ഡാമിലുണ്ടായ സംഘർഷത്തെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് മാധ്യമങ്ങൾക്ക് മുൻപാകെ അലോഷ്യസ് സേവ്യർ നടത്തിയത്. അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല. മാധ്യമങ്ങളിൽ വന്ന പ്രകാരമുള്ള കൈരളി ചാനൽ പുറത്തുവിട്ട വാർത്ത പ്രകാരമുള്ള ഒരു സംഘർഷമോ ഒരു കലാപമോ അവിടെ എന്തെങ്കിലും അത്തരത്തിലുള്ള ഒരു ബഹളമോ പ്രശ്നങ്ങളോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഉണ്ടായത് ചെറിയ ഒരു തർക്കം മാത്രമാണ്. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന തർക്കത്തിൻ്റെ തുടർന്നുള്ള സംസാരമാണ്. ചെറിയ രീതിയിലുള്ള മൈന്യൂട്ടായ രീതിയിലുള്ള തർക്കം എന്നാണ് അലോഷ്യസ് സേവ്യർ അതിനെ വിശേഷിപ്പിച്ചത്. മൈന്യൂട്ടായിട്ടുള്ള തർക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നില്ല. കൈരളി പ്രത്യേക താല്പര്യാർത്ഥം അത് ദൃശ്യങ്ങളടക്കം വ്യാജ വാർത്തയായി നൽകുന്നു. കൈരളിയുടെ പ്രത്യേക താല്പര്യമാണ് ഈ കാര്യത്തിലുള്ളത്. ഇത് കൈരളിയോട് വിശദീകരിക്കേണ്ട കാര്യവുമില്ല എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രതികരണമായിരുന്നു അലോഷ്യസ് സേവ്യറിൻ്റെ ഭാഗത്തുണ്ടായത്. നൃപൻ ചക്രവർത്തി ചേരുന്നുണ്ട്. നൃപൻ, എല്ലാത്തിനെയും തള്ളിക്കൊണ്ട് വളരെ ചെറിയ ഒരു തർക്കം മാത്രം, വളരെ മൈന്യൂട്ടായ ഒരു തർക്കം മാത്രമാണ് അവിടെ ഉണ്ടായത് എന്ന് പറഞ്ഞു വെച്ച് നൃപൻ ചോദിച്ച ഒരു ചോദ്യത്തിനും കൃത്യമായി മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്ന ഒരവസ്ഥയായിരുന്നു മാധ്യമങ്ങളോട് സംസാരിച്ച പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തീർച്ചയായും ഈ ദൃശ്യങ്ങൾ അലോഷ്യസ് സേവ്യറിൻ്റെ പ്രതികരണം തന്നെ പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് വിശദീകരണം വേണമെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിനോട് നമ്മൾ ചോദിച്ചത് ഇങ്ങനൊരു സംഘർഷം ഈ ക്യാമ്പിനകത്ത് ഉണ്ടായോ എന്ന ചോദ്യമാണ്. അപ്പോൾ അദ്ദേഹം അത് പൂർണ്ണമായി നിഷേധിച്ചു. അതിനുശേഷം അദ്ദേഹം വിശദീകരണമായി പറഞ്ഞത് ചെറിയ തോതിൽ തർക്കം നടന്നു എന്നാണ്. ആ തർക്കത്തെ സംബന്ധിച്ച് പരിശോധിക്കുമെന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരു പരസ്പര വിരുദ്ധമായ മറുപടിയാണ് അലോഷ്യസ് സേവ്യറുടെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നെ ഈ പറഞ്ഞ വിഷ്വൽ, ഈ നമ്മൾ കൈരളി പുറത്തുവിട്ട ദൃശ്യങ്ങൾ, ഈ വിഷ്വൽ സംബന്ധിച്ച് ഗൂഢാലോചനയാണ്. കൈരളി എന്ന് പറയുന്ന സ്ഥാപനം, മാധ്യമം, KSU എന്ന് പറഞ്ഞ സംഘടന കൃത്യമായി ചിട്ടയായി നടത്തിയ ഒരു ക്യാമ്പിനെ പരിഹസിക്കുന്നതിന് വേണ്ടി ബോധപൂർവ്വം നടത്തിയ ഗൂഢാലോചനയാണ് എന്നതാണ് അലോഷ്യസിൻ്റെ മറ്റൊരു വാദം. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു, ഇതിനകത്ത് അലോഷ്യസ് സേവ്യർ തന്നെ ഈ DJ-യുമായി ബന്ധപ്പെട്ട് നൃത്ത ചുവട് വയ്ക്കുന്ന ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്തുള്ള രക്തക്കറ വീണ് കിടക്കുന്ന ദൃശ്യങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാകുന്ന ദൃശ്യങ്ങൾ ഇവിടെ നിന്നല്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് വ്യക്തമായ മറുപടി പറയാനും കഴിയുന്നില്ല.